ഹലോ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കേർട്ടും ടോപ്പും വീഡിയോ ആട്ടോ. അതായത് വെറും 2 മീറ്റർ തുണി കൊണ്ട് നമ്മളൊരു സ്കേർട്ടും അതുപോലെ തന്നെ ടോപ്പും അതുപോലെ ഒരു ഫ്രോക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്രോക്കിൻ്റെ വീഡിയോ നമ്മൾ അടുത്തതായിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഇത് സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ വീഡിയോ ആട്ടോ നമ്മൾ ഇന്ന് ഇടുന്നത്. അപ്പം 2 മീറ്റർ തുണി എന്ന് പറയുമ്പോൾ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ നടുക്കുന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഒരു പീസ് സ്കേർട്ടിനും ഒരു പീസ് നമ്മൾ ഫ്രോക്കിനുമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നതും അതുപോലെ തന്നെ ബോർഡർ വരുന്ന ഭാഗമാണ് നമ്മൾ സ്കേർട്ടിന് എടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഫ്രോക്കിനും എടുക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഷിഫോൺ മോഡൽ വരുന്ന ഒരു മെറ്റീരിയൽ, ചെറിയൊരു ഡോട്ടഡ് വർക്ക് വരുന്നതാണ്. അപ്പോൾ ലൈനിങ്ങും ഉണ്ട്, ബ്ലൗസിന് ലൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്കേർട്ടിനും ലൈനിങ് അവരെടുത്തുകൊണ്ട് കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ തുണി രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അതായത് ഒരു പാർട്ട് നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ടും ഒരു പാർട്ട് നമ്മുടെ സ്കേർട്ടിന് വേണ്ടിയിട്ടുമാണ്, അതല്ലേ ഫ്രോക്കിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ തുണി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്കേർട്ടിന് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. കാരണം സ്കേർട്ടാണ് കുറച്ചും കൂടെ ബോർഡറൊക്കെ വരുമ്പോൾ ഭംഗി വരുന്നത്. നമ്മുടെ ഫ്രോക്കിന് ഇതുപോലെ ബോർഡർ വന്നാൽ കുറച്ച് ഭംഗി കാണത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. 5 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഷോൾഡർ നമ്മളിവിടെ 4.5 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ കൈക്കുഴിയും 4.5 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴുത്ത് ഫ്രണ്ടിൽ സ്ക്വയർ ഷേപ്പ് നെക്കാണ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ചെസ്റ്റ് വെച്ച് കൊടുക്കുന്നത് 5.5 ഇഞ്ചും അതുപോലെ തന്നെ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ കൂട്ടുന്നുണ്ട്. അതായത് ചെസ്റ്റ് സൈസ് 22 വരുന്ന രീതിയിൽ കുറച്ച് ലൂസായിട്ടുമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ കൈക്കുഴി വരയ്ക്കാനായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് മുകളിലോട്ട് ഇതുപോലെ ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം. ഇനി നമ്മൾ ബ്ലൗസിൻ്റെ ഇറക്കമാട്ടോ മാർക്ക് ചെയ്യുന്നത്. ബ്ലൗസിൻ്റെ ഇറക്കം 16 ഇഞ്ചാട്ടോ മാർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് അടിഭാഗം മടക്കി അടിക്കണം. അതുപോലെ തന്നെ ഷോൾഡറും മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റിൽ എത്രയാണോ അളവെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ബ്ലൗസിൻ്റെ അടിഭാഗത്തും നമ്മൾ അതേ അളവ് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം കുഞ്ഞ് ആൾ മെലിഞ്ഞാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുന്നത്. കഴുത്തിന് നമ്മൾ 2 ഇഞ്ചാണ് വീതി വെച്ച് കൊടുക്കുന്നത്. ഇനി അതിനുശേഷം കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ വെച്ച് കൊടുക്കുന്നത് ബാക്കിൽ 4 ഇഞ്ചും അതുപോലെ തന്നെ ഫ്രണ്ടിൽ 4.5 ഇഞ്ചുമാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കഴുത്ത് ഞാൻ പറഞ്ഞിരുന്നു ചതുര കഴുത്താണ്. അതുപോലെ തന്നെ ബാക്കിൽ ഞാൻ റൗണ്ട് നെക്കുമാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ബാക്കിൽ ചെറിയൊരു ഓപ്പണിങ് വരുന്ന രീതിയിൽ, ചെറിയൊരു ഹുക്ക് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫുൾ ഹുക്ക് വെക്കണ്ടെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഷോൾഡർ സ്ലോപ്പ് ചെറിയൊരു 1/2 ഇഞ്ചിൽ അളന്നതിന് ശേഷം കട്ട് ചെയ്യണം. അത് പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി ഇതേ അളവ് തന്നെ നമ്മൾ നല്ല തുണിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തത് നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് നമ്മളിതുപോലെ ഒരു ചെറിയൊരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ടു. വീണ്ടും ഞാനത് ഒന്നുകൂടെ മടക്കിയിട്ടു. കാരണം നമുക്ക് തുണി 4ആയിട്ട് മടക്കിയിടണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് 4 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ പഫ് സ്ലീവ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ വിരിവ് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം. എത്ര വിരിവ് എടുത്താലും നമുക്ക് ആ പഫിൻ്റെ അളവ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുമെന്നുള്ളൂ കേട്ടോ. അപ്പം വിരിവ് എടുക്കുന്നതിന് മുൻപ് ഞാനിവിടെ ആം ഹോള് റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചല്ലോ, അതിൻ്റെ അളവെടുത്ത് നോക്കിയപ്പോൾ നമുക്ക് 7 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിനെക്കാട്ടിലും നമ്മളിവിടെ എക്സ്ട്രാ 2 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പഫിനെടുക്കുന്ന ഞൊറിവിൽ വ്യത്യാസം കാണും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചും കൂടെ അളവിൽ തുണിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനായിട്ട് കാണിക്കാൻ വിട്ടുപോയ കാര്യം, ഞാൻ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ. എന്ത് പറ്റിയാന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ നെക്കൊക്കെ സാധാരണ ലൈനിങ് വെച്ച് അടിച്ചു മറിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ചെയ്തേക്കുന്നത്. പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ബാക്കിൽ ചെറിയൊരു ഹുക്ക് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മുടെ ഫ്രോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. ഇതിൽ വിട്ടുപോയത് കൊണ്ട് അങ്ങനെ നമ്മൾ ഷോൾഡർ കൂട്ടിയടിച്ചു. പിന്നെ നമ്മൾ ഇനി സ്ലീവ് കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം ഞാൻ 4 ഇഞ്ചാന്ന് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഒരു 2.5 ഇഞ്ച് സ്ലോപ്പ് വരുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു സൈഡ് കുഴിച്ച് വരച്ചു, മറു സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ കയറ്റി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പഫ് സ്ലീവാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്
അതായത് വിരിവ് ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ഇഷ്ടത്തിന് ഓരോരുത്തരും എടുക്കുന്ന പ്ലീറ്റ്സിൻ്റെ അളവനുസരിച്ചാട്ടോ നമ്മുടെ പഫിൻ്റെ തുണിയുടെ അളവിലും വ്യത്യാസം വരുന്നത്. ഞാൻ ഒരുപാട് പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് തുണിയും എടുക്കാത്തത്. ഇനി നമുക്ക് അടിഭാഗത്തും അതുപോലെ തന്നെ മുകളിലെക്കാട്ടിലും ഒരു 1.5 ഇഞ്ച് വീതി കുറച്ചതിന് ശേഷം ബാക്കി നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ലൈനിങ്ങിലാട്ടോ ഞാൻ അതും കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നല്ല തുണിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം, ഞാനിവിടെ ഇപ്പം നല്ല തുണി വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റിലും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആട്ടോ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം തീരെ കനവില്ലാത്ത കട്ടിയില്ലാത്ത തുണിയാട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ തുണി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ട് നമ്മൾ നല്ല ഭയങ്കര ക്യൂട്ടായിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ അടിയിൽ ചെറിയൊരു, അതായത് സ്ലീവിൻ്റെ അടിയിൽ ചെറിയൊരു പടി വരുന്ന രീതിയിൽ നമുക്കൊരു 3 ഇഞ്ച് വീതിയുള്ളൊരു തുണി, ഞാൻ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതെല്ലാവർക്കും അറിയാമല്ലോ. അറിയില്ലാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ. നിങ്ങൾക്ക് ഒന്നുകൂടെ വേണേൽ ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അപ്പോൾ നമുക്കത് 2 സ്ലീവിലും അറ്റാച്ച് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ 2 സ്ലീവും അടിഭാഗം എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് പിടിപ്പിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്കത് സ്ലീവ് പിടിപ്പിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 വട്ടം നമ്മൾ അടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു വട്ടം അടിച്ചിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ നോക്കണം. അതിനുശേഷം വേണം നമ്മൾ വീണ്ടും ഒന്നുകൂടെ അടിച്ച് നോക്കാനായിട്ട്. കാരണം ചിലപ്പോൾ തുണി നമുക്ക് അങ്ങോട്ടൊക്കെ കയറി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ വണ്ണമൊക്കെ എത്രയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടിഭാഗത്തോട്ട് അടിച്ച് വരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിന് അടിഭാഗത്ത് ഞാൻ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2 സൈഡിൽ നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഫുള്ള് അടിച്ച് നിർത്താതെ ഒരു ഏകദേശം 3/4 വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതായത് സാധാരണ ചുരിദാറിനൊക്കെ എങ്ങനെയാണോ സ്ലിറ്റ് ഇടുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് സ്ലിറ്റ് ഇടുന്നത്. കാരണം ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ബാക്കിൽ ഹുക്ക് സിബ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഇതുപോലെ ഹുക്ക് ലൈക്ക് സൈഡ് സ്ലിറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് 2 ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സൈഡ് സ്ലിറ്റ് ഇട്ട് തീർച്ചയായിട്ടും കൊടുക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് അത് കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ. അതിനുശേഷം നമുക്ക് അടിഭാഗം കൂടെ ജസ്റ്റ് മടക്കി അടിച്ചെടുത്തിട്ടാണ് നമ്മുടെ ബ്ലൗസിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ സ്കേർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്കേർട്ടിൽ നമുക്ക് തുണിയുടെ അളവനുസരിച്ച് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞു 2 മീറ്ററിൻ്റെ നടുവേ മടക്കിയതിന് ശേഷം ഒരു സൈഡ് നമ്മൾ സ്കേർട്ടിന് വേണ്ടിയിട്ടും ഒരു സൈഡ് നമ്മൾ ഫ്രോക്കിന് വേണ്ടിയിട്ടല്ലേ എടുത്തത്. അപ്പോൾ ആ ഒരു വരുന്ന രീതിയിൽ, അതായത് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് വരുന്ന രീതിയിൽ വേണം നമ്മൾ പ്ലീറ്റ്സിൻ്റെ അളവും വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പ്ലീറ്റ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ ലൈനിങ്ങും സെയിം 2 മീറ്റർ തന്നെയാട്ടോ നമുക്ക് കസ്റ്റമർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കേർട്ടിലോട്ട് അത് കട്ട് ചെയ്ത് പിടിപ്പിച്ചപ്പോൾ നമ്മുടെ സ്കേർട്ടിനെക്കാട്ടിലും ഒരു, അതായത് സ്കേർട്ടിൽ 3/4 വരുന്ന രീതിയിലാണ് ലൈനിങ് നിൽക്കുന്നത്. 3/4 ഇല്ല, പകുതി വരുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ കരുതി കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടിയിലെ ലൈനിങ് പകുതിയോളന്ന് കൃത്യം കണ്ടാൽ മനസ്സിലാവും. അപ്പം ആ ഒരു രീതിയിൽ, അതായത് വൃത്തികേട് വരാത്ത രീതിയിൽ ഞാൻ ചെറിയൊരു പീസ്, അതായത് ഒരു 5-6 ഇഞ്ച് വീതിയിൽ നമ്മൾ സെപ്പറേറ്റ് ലൈനിങ് കട്ട് ചെയ്ത് പിടിപ്പിച്ചേക്കുന്ന കേട്ടോ ഇതിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ നല്ല തുണിയിൽ എങ്ങനെയാണോ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തത് അതിനേക്കാളും കുറച്ചും കൂടെ ചെറിയൊരളവിൽ പ്ലീറ്റ്സ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. കാരണം നമുക്ക് നല്ല തുണിയിൽ എങ്ങനെയാണോ നമുക്ക് വിരിവ് കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിലും വിരിവ് കിട്ടിയെങ്കിലല്ലേ അത് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭംഗിയോടെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 2 സൈഡും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കൂട്ടിയടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ സ്കേർട്ടുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തും കൂടെ എടുക്കാം. പിന്നെ നമ്മളിവിടെ സ്കേർട്ടിൽ ഇലാസ്റ്റിക് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗവും നമ്മൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇലാസ്റ്റിക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇലാസ്റ്റിക്കും കൂടെ വെച്ച് എടുത്തപ്പം ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ നമ്മുടെ സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയില്ലേ. നമുക്ക് വെറും 2 മീറ്റർ കൊണ്ട് ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാൻ